ഹിറ്റ്ലറേക്കാൾ ക്രൂരം ബംഗ്ലാദേശ് കോയ. അത് ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ അതീവ ദൗർഭാഗ്യകരമായ സംഭവങ്ങളാണ്. അവിടെ ഒരു സന്യാസിയെ പിടിച്ച് അറസ്റ്റ് ചെയ്തു. ആ സന്യാസിനെ കൂടാതെ കുറെ അയാളുടെ തന്നെ അനുയായികളെ പിടിച്ച് അറസ്റ്റ് ചെയ്യുന്നു. അയാളുടെ സഭ, അതായത് എസ്കോൺ എന്ന് പറയുന്ന ആശ്രമത്തിലെ ആശ്രമവുമായി ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ അറസ്റ്റ് ചെയ്യുന്നു, കൊലപ്പെടുത്തുന്നു. ഇപ്പൊ ഈയിടെ ഒരു പുതിയ വീഡിയോ ഇറങ്ങിയിട്ടുണ്ട് ഇന്ന്. ഈ ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവായ മുജീബുർ റഹ്മാന്റെ ഒരു പിന്നെ പ്രതിമ അത് വെട്ടിപ്പൊളിക്കുകയാണ് കുറെ ജിഹാദികൾ നിന്ന്. ഉലു തക്ബീർ അള്ളാഹു അക്ബർ എന്ന് വിളിച്ചോണ്ട്, അള്ളാഹു അക്ബർ എന്ന് വിളിച്ചോണ്ടാണ് ആ പിന്നെ ഇത് വെട്ടിപ്പൊളിച്ചോണ്ടിരിക്കുന്നത്. അത് ആ പ്രതിമ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ മുജീബുർ റഹ്മാൻ ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് മഹാത്മാഗാന്ധിയെ പോലെ, നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ പോലെയാണ് ഈ ബംഗ്ലാദേശുകാർക്ക് മുജീബുർ റഹ്മാൻ, ഷെയ്ഖ് മുജീബുർ റഹ്മാൻ. അദ്ദേഹത്തിന്റെ മകളാണ് ഈ പിന്നെ നമ്മുടെ ഈ ഷേഖ് ഹസീന, ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഷേഖ് ഹസീന. ഈ മുജീബുർ റഹ്മാനാണ് അവർക്ക് സ്വാതന്ത്ര്യം മേടിച്ചു കൊടുത്തത്. പക്ഷെ അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു ജിഹാദികൾ എന്ന ജമാഅത്തെ ഇസ്ലാമിക്കാരാണ്. നമ്മുടെ മീഡിയ വൺ ചാനലിന്റെ ഉടമസ്ഥതയിലുള്ള മീഡിയ വൺ ചാനലിന്റെ ഉടമസ്ഥരായ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ ആ ജമാഅത്തെ ഇസ്ലാമിക്കാരാണ് ഈ പ്രതിമ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു അക്ബർ തക്ബീർ വിളിച്ചുകൊണ്ടാണ് നശിപ്പിക്കുന്നത്. കാരണം എന്താ അറിയോ? അതായത് നമ്മുടെ മഹാത്മാഗാന്ധിയെ പോലെ ഉള്ള ആളാണ് മുജീബുർ റഹ്മാൻ. അയാളുടെ പ്രതിമ നശിപ്പിച്ചു. ഇവിടെ നമ്മുടെ മഹാത്മാഗാന്ധിയുടെ പ്രതിമ നശിപ്പിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി എന്നതുപോലെ അവിടുത്തെ ഈ ജമാഅത്തെ ഇസ്ലാമിക്കാര് നശിപ്പിക്കുകയാണ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുജീബുർ റഹ്മാനെ കാരണമാണ് അവിടെ ജനാധിപത്യം ഉണ്ടായത്. ഈ മുജീബുർ റഹ്മാനാണ് ജനാധിപത്യം എന്ന് പറയുന്ന ഒരു ആശയം തന്നെ അവിടെ കൊണ്ടുപോയി നമ്മുടെ ഈ ഇന്ത്യയുടെ ചൂട് പിടിച്ച് ഒരു ജനാധിപത്യം, ഒരു ജനാധിപത്യത്തിലെ ഒരു മതേതരത്വ കാഴ്ചപ്പാടിലൂടെ അവിടെ ഭരണം കൊണ്ടുപോയത് ഈ മുജീബുർ റഹ്മാനാണ്. അദ്ദേഹത്തിന്റെ മകളായ ഷേഖ് ഹസീനയും ഒരു മതേതര കാഴ്ചപ്പാടിലൂടെ മുമ്പോട്ട് പോയ ആളാണ് ഷേഖ് ഹസീന. നമുക്കറിയാമല്ലോ ഷേഖ് ഹസീനയുടെ ഭരണം. നരേന്ദ്രമോദിയുമായി നല്ല പിന്നെ ബന്ധമായിരുന്നു ഷേഖ് ഹസീനയ്ക്ക്. അവരവിടെ ഹിന്ദുക്കൾക്കാണേലും ക്രിസ്ത്യാനികൾക്കാണേലും മുസ്ലിം തുല്യാവകാശം കൊടുത്തു. എല്ലാവർക്കും, കുറച്ച് മുസ്ലിങ്ങൾക്ക് കുറച്ച് അവകാശം കൂടുതലുണ്ടെങ്കിലും എന്നാലും ഹിന്ദുക്കളെയും നല്ല രീതിയിൽ അവർ പരിഗണിച്ചായിരുന്നു. സംവരണം ഉണ്ടായിരുന്നു അവർക്ക്, ഉദ്യോഗ തലങ്ങളിലും കോളേജ് തലങ്ങളിലും ഒക്കെ സംവരണം ഉണ്ടായിരുന്നു ഈ ഷേഖ് ഹസീനയുടെ കാലത്ത്. പക്ഷേ അതിന്റെ നേരെ ഓപ്പോസിറ്റാണ് ബീഗം കാലിദാസിയ. ഈ കാലിദാസിയുടെ കാലത്ത് ഇതൊന്നുമില്ലായിരുന്നു. പണ്ട് ആദ്യമൊക്കെ കാലിദാസിയെയും ഷേഖ് ഹസീനയും മാറി മാറി ഭരിച്ചുകൊണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു, 80കളും 90കളും ഒക്കെ. അന്ന് ഈ കാലിദാസിയെ വരുമ്പോ അവിടെ ഒരു പ്രയോജനമില്ല. ജനങ്ങൾക്കൊന്നും, മറ്റു മതസ്ഥർക്ക് യാതൊന്നുമില്ല. മറ്റു മതസ്ഥരെ മറ്റ് പൗരന്മാരെ ഒരു രണ്ടാംകിട പൗരന്മാരെ പോലെയാണ് കണ്ടിരുന്നത്. അപ്പൊ ഈ കാലിദാസിയോട് ഈ ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് വലിയ ഇഷ്ടമാണ്. പക്ഷെ ഷേഖ് ഹസീനയോട് വിരോധമാണ്. കാരണം എന്താണ്? അവര് ജനാധിപത്യവും മതേതരത്വത്തിനും വിശ്വസിക്കുന്നു. കാലിദാസിയാണെങ്കിൽ മതേതരത്വം വേണ്ട, അവര് ഇസ്ലാമിക്കിന്റെ ആധിപത്യത്തിൽ തന്നെ വിശ്വസിക്കുന്നു. ഇസ്ലാം എന്ന് പറയുന്ന ആ ആശയത്തിൽ തന്നെ വിശ്വസിക്കുന്നു. ഷേഖ് ഹസീന അങ്ങനെയല്ല. അതുകൊണ്ടാണ് ഈ മുജീബുർ റഹ്മാന്റെ പ്രതിമ ഈ ജമാഅത്തെ ഇസ്ലാമിക്കാർ തക്ബീർ വിളിച്ചുകൊണ്ട് പൊളിച്ചു കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ മുജീബുർ റഹ്മാന്റെ മാത്രമല്ല, പല പ്രതിമകളും, പല ജനാധിപത്യവാദികളായ പല ആൾക്കാരുടെയും പ്രതിമകൾ, പല കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ ഒക്കെ പ്രതിമകൾ അവിടെ ജമാഅത്തെ ഇസ്ലാമിക്കാർ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. ഈ ജമാഅത്തെ ഇസ്ലാമിക്കാരാണ് നമ്മുടെ നാട്ടിൽ മതേതരത്വം പറയുന്നത്. ഈ ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ ചാനലായ മീഡിയ വൺ ചാനല് രാത്രി ഒരു 6 മണിയാകുമ്പോൾ ഒരു അടുപ്പൂട്ടി ചർച്ചയുണ്ട്, 3 പേരിരുന്നുകൊണ്ട്. നിങ്ങളൊന്ന് കാണണം. ഭയങ്കര മതേതരത്വം. എന്താണ് ഈ മതേതരത്വം പറയുന്നത്? അവർക്ക് മുസ്ലിമീങ്ങൾ എവിടെയെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഗാസയിലെ പ്രശ്നത്തെ പറ്റി അവർ സംസാരിക്കും, വെസ്റ്റ് ബാങ്കിലെ പ്രശ്നത്തെ പറ്റി സംസാരിക്കും, പിന്നെ ഈ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ അവർ സംസാരിക്കും. പക്ഷെ അവര് ഈ സിറിയയിൽ മുസ്ലിങ്ങൾ തമ്മിൽ, ഷിയാക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള അടിയെ പറ്റി സംസാരിക്കല. ഇപ്പൊ അവിടെ ഭയങ്കര ആഭ്യന്തര കലകം നടക്കുക, ഒരു വഴി സംസാരിക്കല. നൈജീരിയയിൽ ക്രിസ്ത്യാനികളെ മുസ്ലിമീങ്ങൾ പിന്നെ മുസ്ലിം തീവ്രവാദികൾ, ഈ ബോക്കോ ഹറാം പോലുള്ള തീവ്രവാദികൾ അവിടുത്തെ ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കുന്നു. ഈ ജമാഅത്തെ ഇസ്ലാമിക്കാർ അവരുടെ മീഡിയ വൺ ചാനലിൽ ഒരു ചർച്ച സംഘടിപ്പിക്കല, മാധ്യമം പത്രത്തിൽ ഒരു ലേഖനം എഴുതുകയല്ല, ഇതൊന്നും എഴുതുകയല്ല. പിന്നെ പാകിസ്ഥാനും ഷിയാക്കളും സുന്നികളും തമ്മിൽ അടിക്കുന്നു, അതിനെപ്പറ്റി ഒരു ലേഖനം ഉണ്ടാകുകയില്ല. പക്ഷേ അവര് ഗാസയെ പറ്റി കണ്ണീര് കൊടുക്കും. ഗാസ ഇസ്രായേലിനെ പറ്റി ഇങ്ങനെ വാതോരാതെ പറഞ്ഞുകൊണ്ടിരിക്കും, ഇന്ത്യയെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കും. സംബാല് പോലുള്ള, കാശി വിശ്വക്ഷേത്രം പോലുള്ള ഇങ്ങനത്തെ ക്ഷേത്ര വിഷയങ്ങളെ പറ്റി പറയും. അവർ ബംഗ്ലാദേശിലേക്ക് എത്തി നോക്കുകയില്ല. ജമാഅത്തെ ഇസ്ലാമിക്കാരാണ് അവിടെ ഹിന്ദുക്കളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത്, ഹിന്ദുക്കൾക്കെതിരെ കൊലവിളി നടത്തിക്കൊണ്ടിരിക്കുന്നത്, അവിടെ സ്ഥാപനങ്ങൾ അടിച്ചു കയർത്തുകൊണ്ടിരിക്കുന്നത് ഈ ജമാഅത്തെ ഇസ്ലാമിക്കാരാണ്. ഈ ജമാഅത്തെ ഇസ്ലാമിക്കാര് അതിനെപ്പറ്റി ഈ മീഡിയ വൺ ചാനലിൽ ഒരൊറ്റ ചർച്ച പോലും നടക്കുന്നില്ല. അതെന്തുകൊണ്ടാ? കാരണം അവിടെ ഹിന്ദുക്കളെ തീർക്കുന്നതിന് കുഴപ്പമില്ല. കാരണം അവരുടെ ഖുർആൻ തന്നെ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഖുർആൻ 98:6 പറയുന്നത്, ഇന്നല്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീന ഫീ നാരി ജഹന്നമ ഖാലിദീന ഫീഹാ ഉലൈക ഹും ശർറുൽ ബരിയ. അതായത് പിന്നെ വേദം നൽകപ്പെട്ടവരിലും ബഹുദൈവ വിശ്വാസികളിലെയും സത്യനിഷേധികൾ ഉണ്ടല്ലോ, അവര് എന്നെന്നും നരകത്തിലാവുന്നു. അവർ നരകവാസികളാവുന്നു. ആ നരകം തന്നെയായിരിക്കും, അവർ എന്നെന്നും നരകത്തിലായിരിക്കും. അവരാകുന്നു സൃഷ്ടികളിൽ ഏറ്റവും നികൃഷ്ടർ. ഉലൈക ഷർറുൽ ബരിയ എന്ന് പറഞ്ഞാൽ അവരാകുന്നു സൃഷ്ടികളിൽ ഏറ്റവും നികൃഷ്ടർ എന്നാ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, എന്ത് ക്രൂരമായ ഒരു വാചകമാണത്.
എന്ത് മോശപ്പെട്ട ഒരു വാചകമാണ്. ഒരു മനുഷ്യനെ ചൂണ്ടിവെച്ച് നീ സൃഷ്ടികളിൽ ഏറ്റവും മോശമാണെന്ന് നിങ്ങൾ ആരെങ്കിലും പറയും? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നമ്മുടെ അടുത്ത് താമസിക്കുന്ന ഒരു അയൽവക്കക്കാരൻ, ഇപ്പൊ സുനിതാ മാഡോ അല്ല റോസ് മാഡോ എന്റെ അയൽവക്കക്കാരിയാണെന്ന് വെച്ചോ, ഞാൻ പറയുമോ സുനിതാ മാഡത്തെ റോസ് മാഡത്തെ നോക്കി ഇത് സൃഷ്ടികളിലെ ഏറ്റവും നികൃഷ്ടരാണ് ഇവരെന്ന് പറയാൻ എന്നെ കൊണ്ട് സാധിക്കുമോ? നിങ്ങൾക്ക് എന്നെ ചൂണ്ടി പറയാൻ സാധിക്കുമോ? സൃഷ്ടികളിലെ ഏറ്റവും നികൃഷ്ടനാണ് ഈ നാസർ കൊടിമരം എന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ഈ നാസർ കൊടിമരത്തിന്റെ വർഗം എന്ന് പറയാൻ പറ്റുമോ? അപ്പോഴാണ് ഖുർആൻ എന്ന് പറയുന്ന പ്രപഞ്ച സൃഷ്ടാവ്, ഇവർ പറയുന്ന പ്രപഞ്ച സൃഷ്ടാവ്, ദൈവം, ഈ ദൈവം ഇറക്കിയ ഒരു കിതാബിൽ എഴുതി വെച്ചിരിക്കുകയാണ് മുസ്ലിമീങ്ങൾ അല്ലാത്തവരെല്ലാം സൃഷ്ടികളിൽ ഏറ്റവും നികൃഷ്ടരാണ്. അതായത് പട്ടിയേക്കാളും പാമ്പിനേക്കാളും പഴുതാരിയേക്കാളും പന്നിയേക്കാളും ഒക്കെ മോശം ആരാണ്? ഈ മുസ്ലിം അല്ലാത്ത കാഫിര്യങ്ങൾ, അന്യമതസ്ഥർ എന്നാണ് അവിടെ അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ അവർക്ക് കൊല്ലാതിരിക്കാൻ പറ്റുമോ? അവർക്ക് കൊല്ലുന്നതിന് കുഴപ്പമുണ്ടോ? ഈ ഹിന്ദുക്കളെ കൊന്നൊടുക്കുന്നതിന് മുസ്ലിമീങ്ങൾക്ക്, അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിക്കാർക്കോ അവിടുത്തെ ഇസ്ലാമിക തീവ്രവാദികൾക്കോ വല്ല കുഴപ്പമുണ്ടോ? ഇവിടെ ജമാഅത്തെ ഇസ്ലാമിക്കാർ ഏതെങ്കിലും ചാനലിൽ ഇരുന്ന് ചർച്ച നടത്തുമോ? ഇവിടെ അന്തിച്ചർച്ച ഒരുപാട് നിങ്ങൾ കാണുന്നില്ലേ? ഏഷ്യാനെറ്റ് തുടങ്ങി ഇവിടുത്തെ ഉള്ള എല്ലാ ചാനലും, പിന്നെ 24 ആയാലും റിപ്പോർട്ടർ ആയാലും മനോരമയായാലും മാതൃഭൂമി ആയാലും മീഡിയ വൺ ആയാലും കൈരളി ആയാലും ഇഷ്ടം പോലെ ചാനലുകളുണ്ടല്ലോ, നൂറുകണക്കിന് ചാനലുകളുണ്ടല്ലോ. ഒരു സംഭാലിനെ പറ്റി നൂറുകണക്കിന് ചർച്ചകൾ അവർ നടത്തിയിട്ടുണ്ട്. ഗുജറാത്തിനെ പറ്റി നൂറുകണക്കിന് ചർച്ചകൾ അവർ നടത്തുന്നു. ഇസ്രയേല് പാലസ്തീനെ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞ് നൂറുകണക്കിന് ചർച്ചകൾ നടത്തുന്നു. എന്തേ അവരൊരു ചർച്ച നടത്തുന്നില്ല ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ, ഹൈന്ദവ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന ഈ യാതനകളെ കുറിച്ച്, ഈ വേദനകളെ കുറിച്ച്, അവരെ കൊന്നൊടുക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് എന്തേ ഇവിടെ ചർച്ചകൾ നടത്തുന്നില്ല? എന്തേ ചർച്ചകൾ നടക്കുന്നില്ല? കാരണം എന്താണ്? ഈ മാധ്യമങ്ങളൊക്കെ ഈ ജിഹാദി ഫണ്ടഡ് മാധ്യമങ്ങളാണ്. ഏഷ്യാനെറ്റ് തുടങ്ങി ഈ മനോരമ, മാതൃഭൂമി, 24 റിപ്പോർട്ടർ, എല്ലാ ചാനലുകളും ജിഹാദി ഫണ്ടഡ് ആണ്. ജിഹാദികളാണ് അവർക്ക് പരസ്യങ്ങൾ കൊടുക്കുന്നത്. ഏറ്റവും കൂടുതൽ പരസ്യം കൊടുക്കുന്ന മലബാർ ഗോൾഡ് യൂസഫ് അലിയുടെ ഒക്കെ പരസ്യങ്ങളില്ലാത്ത ഒരൊറ്റ ചാനൽ പോലും ഇവിടെ ഇല്ല. അപ്പൊ അവരുടെ താളത്തിനൊത്ത് തുള്ളിയേ പറ്റുള്ളൂ ഇവിടുത്തെ ഈ ചാനലുകൾക്ക്. അവർക്ക് എതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ, അവരുടെ വർഗത്തിനെതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ, അവരുടെ മതത്തിനെതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അവർ പരസ്യങ്ങൾ കൊടുക്കില്ല. പരസ്യം കൊടുക്കാതെ വന്നു കഴിഞ്ഞാൽ ഈ ചാനലുകൾ അടച്ചുപൂട്ടേണ്ടി വരും. മനസ്സിലായോ നിങ്ങൾക്ക്? അതുകൊണ്ടാണ് ഇവർ ഈ ബംഗ്ലാദേശിൽ ഈ ഹൈന്ദവ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന ഈ യാതനകളെ കുറിച്ച്, ഈ ദുരിതത്തെ കുറിച്ച്, ഈ വേദനകളെ കുറിച്ച് ഒരു ചർച്ച പോലും സംഘടിപ്പിക്കാത്തത്. ഈ ചാനലുകൾ എന്ന് നമ്മൾ അന്തിച്ചർച്ച കാണാമല്ലോ. 4-5 പേരിൽ എന്തുമാത്രം ചർച്ച നടത്തുന്നത്. മഹാരാഷ്ട്രയിൽ പിന്നെ ഏക്നാഥിന്റെ ഈ BJP സർക്കാർ കാലം താമസിക്കുന്നു, ഇതുവരെ സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ല. അവിടെ അടി നടക്കുന്നു. ഏക്നാഥിന്റെ പിരിഞ്ഞു പോകാൻ പോകുന്നു, അജിത് പവാർ പിരിഞ്ഞു പോകാൻ പോകുന്നു, രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് അധികാരത്തിൽ വരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് എന്തുമാത്രം ചർച്ചകളാണ് നടത്തുന്നത്. ഡെയിലി ചർച്ചകൾ നടത്തുന്നുണ്ട്. അവരെന്തേ ഈ തൊട്ടടുത്ത് താമസിക്കുന്ന അയൽ രാജ്യത്തേക്കൊന്നും തിരിഞ്ഞു നോക്കുന്നില്ല? ഇന്ത്യയിൽ താമസിക്കുന്ന ഹിന്ദുക്കളുടെ അതേ വർഗം തന്നെയാണ് അവിടെ താമസിക്കുന്നത്. ഈ ഹിന്ദുക്കൾ തന്നെയാണ് അവിടെ പിന്നെ യാതനകളും വേദനകളും ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള ഇസ്ലാമിക തീവ്രവാദികളുടെ, ഇസ്ലാമിക ജിഹാദികളുടെ, ഈ മുസ്ലിം ഫണ്ടമെന്റലിസ്റ്റുകളുടെ പിന്നെ ആക്രമണത്തിന്റെ ഇരയായിക്കൊണ്ടിരിക്കുന്നത് ഈ ഹൈന്ദവ ന്യൂനപക്ഷമാണ്. എന്തേ ഈ അതിനെക്കുറിച്ച് ഇവിടുത്തെ ചാനലുകൾ ഒരു ചർച്ച പോലും നടത്താത്തത്? കാരണം എന്താ? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ജിഹാദി ഫണ്ടറാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ. ജിഹാദികളുടെ പരസ്യം മേടിച്ചുകൊണ്ട് ജിഹാദികൾക്ക് വേണ്ടി വിടുപണി ചെയ്യുകയാണ് ഈ ഏഷ്യാനെറ്റ് സഹിതമുള്ള ഈ മാതൃഭൂമിയും മനോരമയും ഈ 24 അടക്കമുള്ള ഇവിടുത്തെ ചാനലുകൾ. ജിഹാദിക്ക് വേണ്ടി കൊടലൂതിക്കൊണ്ടിരിക്കുന്നു, ജിഹാദികളുടെ കാല് നക്കിക്കൊണ്ടിരിക്കുന്നു. അവനിട്ട് കൊടുക്കുന്ന ഇറച്ചി കഷ്ണത്തിന് പുറകെ, എല്ലിൻ കഷ്ണത്തിന് പുറകെ വാലാട്ടിക്കൊണ്ട് നടക്കുന്ന മാധ്യമ വ്യഭിചാരികളാണ് ഈ ചാനലുകളൊക്കെ. മനസ്സിലായോ നിങ്ങൾക്ക്? അല്ലെങ്കിൽ അവന്മാർക്ക് ഒരു ചർച്ച നടത്തിക്കൂടെ? ഒരു ചർച്ച നടത്തുന്നുണ്ടോ? എന്നിട്ടാണ് അവർ നമ്മളെ മതേതരത്വം പഠിപ്പിക്കുന്നത്. ഈ ചാനലുകൾ, ഈ മാപ്രകളാണ് നമ്മളെ മതേതരത്വവും ജനാധിപത്യവും പഠിപ്പിക്കുന്നത്, ന്യായം പഠിപ്പിക്കുന്നത്, നീതി പഠിപ്പിക്കുന്നത്. ആര്? ഈ ജിഹാദികളുടെ കൊടലൂന്നിക്കൊണ്ട് കിടക്കുന്ന, ജിഹാദികളുടെ ആസനം താങ്ങികളായ ഈ മാധ്യമ വ്യഭിചാരികൾ. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പൊ ഇതൊക്കെ എനിക്ക് രോഷം കൊണ്ടാണ് പറയുന്നത്. കാരണം ഞാൻ മാനവികതയിൽ വിശ്വസിക്കുന്നവനാണ്. എനിക്ക് മതമില്ല, എനിക്ക് വർഗമില്ല, എനിക്കുള്ള മനുഷ്യൻ മാത്രമാണ്. ഞാൻ മാനവികതയിൽ വിശ്വസിക്കുന്നവനാണ്. മാനവികതയുടെ അർത്ഥം മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ഇസ്ലാം എന്ന് പറയുന്ന മതം വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വലിച്ചെറിഞ്ഞത്. കേവലം 14 വയസ്സുള്ളപ്പോൾ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് ബോധോദയം തന്നു. എനിക്ക് ബോധോദയം ഉണ്ടായി. അങ്ങനെയാണ് ഞാൻ ഈ മതം വലിച്ചെറിയുന്നത്. കാരണം എന്താണ്? ഈ മതത്തിൽ മാനവികത തൊട്ടു തീണ്ടിയിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഈ മതത്തിൽ മതേതരത്വം തൊട്ടു തീണ്ടിയിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഈ മതത്തിൽ ജനാധിപത്യം തൊട്ടു തീണ്ടിയിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. ജനാധിപത്യവും മതേതരത്വവും ഉണ്ടായിരുന്നെങ്കിൽ ഈ എത്രമാത്രം ഗൾഫ് രാജ്യങ്ങളുണ്ട്, 6ഓളം ഗൾഫ് രാജ്യങ്ങളിലെ എവിടെയെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ടോ?
എവിടെയെങ്കിലും നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് നടത്തി ഒരു ജനാധിപത്യ പാർട്ടി അവിടെ അധികാരത്തിൽ വരുന്നുണ്ടോ? ഏതെങ്കിലും ഇസ്ലാമിക രാജ്യത്ത് വരുന്നുണ്ടോ? ഏതെങ്കിലും അറബ് കൺട്രികളിൽ വരുന്നുണ്ടോ? ഇല്ലല്ലോ. എന്നിട്ടാണ് ഇവിടെ വന്നിരുന്ന നമ്മുടെ മുസ്ലിം ലീഗിന്റെ നേതാവായ സാദിഖ് അലി ശിഹാബ് തങ്ങളടക്കം, ജമാഅത്തെ ഇസ്ലാമി അടക്കം, പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികളടക്കം, ഇവിടുത്തെ സമസ്ത കേരള ജമിയത്ത് ഉലമ അടക്കം, നമ്മുടെ എന്തിനേറെ പറയുന്നു നമ്മുടെ തീവ്രവാദിയെ മദനിയുടെ PDP അടക്കം ഇന്ത്യ മഹാരാജ്യത്ത് ചാനലുകളിലൊക്കെ വന്നിരുന്ന ജനാധിപത്യത്തെ പറ്റി ഘോരഘോരം പ്രസംഗിക്കുന്നത്. ഇന്ത്യയിൽ ജനാധിപത്യമില്ലത്രേ, BJPക്ക് ജനാധിപത്യമില്ലത്രേ. അവരിവിടെ വന്ന് പ്രസംഗിക്കുകയാണ് ജനാധിപത്യത്തെ പറ്റി, മതേതരത്വത്തെ പറ്റി. ഒരല്പമെങ്കിലും ഒരു ഊളുപ്പുമാർക്കുണ്ടെങ്കിൽ ഇവന്മാർ ഈ ഖുർആൻ ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഈ ഈ ഈ സാദിഖ് അലി ശിഹാബ് തങ്ങളെ പോലുള്ള, ഈ കുഞ്ഞാലിക്കുട്ടിയെ പോലുള്ള, ഈ മദനിയെ പോലുള്ള, ഈ കാന്തപുരത്തെ പോലുള്ള ഈ ഇസ്ലാമിക സംഘടനകളിലെ ഒരൊറ്റ നേതാവ് പോലും ഒരു ചാനലിലും വന്നിരുന്നേച്ച്, ഇന്ത്യയിൽ ഒരു ചാനലിലും വന്നിരുന്നേച്ച് ജനാധിപത്യത്തെ പറ്റിയോ മതേതരത്വത്തെ പറ്റിയോ ഒരക്ഷരം വിളമ്പില്ല. കാരണം എന്താണ് അവരുടെ ഖുർആനിൽ എഴുതി വെച്ചിരിക്കുന്നത്? ഖുർആൻ 3:19 പറയുന്നു, ഇന്നദ്ദീന ഇൻദല്ലാഹുൽ ഇസ്ലാമ, തീർച്ചയായും അള്ളാഹുവിന് തൃപ്തിപ്പെട്ട മതം, അള്ളാഹുവിന് സ്വീകാര്യമായ മതം ഇസ്ലാമാകുന്നു, ഇസ്ലാം മാത്രമാകുന്നു. അതാണോ മതേതരത്വം ജിഹാദികളെ? അതാണോ ജനാധിപത്യം ജിഹാദികളെ? നിങ്ങളുടെ ഖുർആനിൽ എഴുതി വെച്ചിരിക്കുന്നതാണ് അള്ളാഹുവിന് സ്വീകാര്യമായ മതം ഇസ്ലാം മാത്രമാകുന്നു. 5:51 എഴുതി വെച്ചിരിക്കുന്നു, യാ യുഹല്ലദീനാമനു ലാ തത്തഖുദു അൽ യഹൂദ വൻ നസാറ ഔലിയാ, അല്ലയോ മുസ്ലിമീങ്ങളെ, നിങ്ങൾ യഹൂദനെയും ക്രിസ്ത്യാനിയും മിത്രമാക്കരുത്. അതാണോ ജനാധിപത്യം ജിഹാദികളെ? ഇതാണോ മതേതരത്വം ജിഹാദികളെ? ഇങ്ങനെയൊക്കെയുള്ള ആ പരമത വിദ്വേഷങ്ങളും അന്യമത വിദ്വേഷങ്ങളും അന്യമതസ്ഥരെ കൊന്നൊടുക്കാൻ പറയുന്ന വാക്യങ്ങളും അന്യമതസ്ഥൻ സൃഷ്ടികളിൽ ഏറ്റവും നികൃഷ്ടമാണെന്ന് പറഞ്ഞ വാക്യങ്ങളും ഒക്കെ എഴുതി വെച്ചിരിക്കുന്ന ഒരു കിതാബും തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന നിങ്ങളാണോ നിങ്ങളുടെ രാജ്യത്ത് ഒരൊറ്റ രാജ്യത്ത് പോലും ഇല്ലാത്ത ജനാധിപത്യത്തെ കുറിച്ച്, ഒരൊറ്റ രാജ്യത്ത് പോലും ഇല്ലാത്ത മതേതരത്വത്തെ കുറിച്ച് ഇന്ത്യ മഹാരാജ്യത്തെ ചാനലുകളിൽ വന്നിരുന്ന് പ്രസംഗിക്കുന്നത്? നാണമില്ലേ ജിഹാദികളെ നിങ്ങൾക്ക് മതേതരത്വത്തെ പറ്റി പ്രസംഗിക്കണമെങ്കിൽ, നിങ്ങൾക്ക് ജനാധിപത്യത്തെ പറ്റി പ്രസംഗിക്കണമെങ്കിൽ നിങ്ങളുടെ അറബ് രാജ്യങ്ങളിൽ, നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഗൾഫ് രാജ്യങ്ങളിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു മുസ്ലിം രാജ്യത്ത് അത് നിങ്ങൾ നടപ്പിലാക്കി കാണിക്കണം. എന്നിട്ട് വേണം നിങ്ങൾ ജനാധിപത്യത്തെ പറ്റി ഇവിടെ പ്രസംഗിക്കാൻ, മതേതരത്വത്തെ പറ്റി ഇവിടെ പ്രസംഗിക്കാൻ. നിങ്ങളിലേക്ക് ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭരണം വന്നാൽ 2047 ഞങ്ങൾ ഈ ഇന്ത്യയുടെ ഭരണം പിടിച്ചെടുക്കുമെന്നല്ലേ ഇപ്പോൾ തീഹാർ ജയിലിൽ കിടക്കുന്ന പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികൾ പണ്ട് പറഞ്ഞത്? ഈ പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികളിലേക്ക്, ഈ ഇസ്ലാം മത വിശ്വാസികളിലേക്ക്, ഈ ഇസ്ലാമിസ്റ്റുകളിലേക്ക് ഇന്ത്യയുടെ ഭരണം വന്നു എന്നിരിക്കട്ടെ, ഇവിടുത്തെ അവസ്ഥ എന്തായിരിക്കും? ഇന്ന് ഈ ഇന്ത്യ മഹാരാജ്യത്ത് മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന സന്തോഷവും സമാധാനവും ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് കൊടുക്കുമോ അവര്? ഇവിടുത്തെ ക്രിസ്ത്യാനികൾക്ക് കൊടുക്കുമോ അവര്? ഇവിടുത്തെ ജൈനനോ പാഴ്സിക്കോ ബുദ്ധമതസ്ഥനോ കൊടുക്കുമോ അവര്? എന്നെപ്പോലുള്ള യുക്തിവാദിക്ക് കൊടുക്കുമോ അവര്? ഒരിക്കലും കൊടുക്കില്ല. അതിന്റെ തെളിവ് അറിയണമെങ്കിൽ നിങ്ങൾ സൗദി അറേബ്യയിലേക്ക് നോക്കിയാൽ മതി, അതിന്റെ തെളിവ് അറിയണമെങ്കിൽ നിങ്ങൾ ഇറാനിലേക്ക് നോക്കിയാൽ മതി, അതിന്റെ തെളിവ് അറിയണമെങ്കിൽ നിങ്ങൾ പാകിസ്ഥാനിലേക്ക്, ബംഗ്ലാദേശിലേക്ക് ഒന്ന് നോക്കിയാൽ മത, അഫ്ഗാനിസ്ഥാനിലേക്ക് നോക്കിയാൽ മതി. മനസ്സിലായോ? അവിടെ ഏതെങ്കിലും ഒരു മന്യമതസ്ഥൻ സ്വാതന്ത്ര്യത്തോടുകൂടി അവന്റെ മതം പ്രഘോഷണം ചെയ്യുന്നുണ്ടോ? അവന്റെ മത പ്രചരണം നടത്തുന്നുണ്ടോ? അവന്റെ മതത്തിനു വേണ്ടി പ്രസംഗിക്കാൻ സാധിക്കുന്നുണ്ടോ? എന്നെപ്പോലുള്ള ഏതെങ്കിലും ഒരു യുക്തിവാദികൾക്ക് ഈ സൗദി അറേബ്യയിലോ ഇറാനിലോ പാകിസ്ഥാനിലോ ബംഗ്ലാദേശിലോ സിറിയയിലോ ലെബനോനിലോ അല്ലെങ്കിൽ ഇറാഖിലോ ഇറാനിലോ പോയി നിന്ന് എല്ലാ മതവും മനുഷ്യന്റെ സൃഷ്ടികളാണ്, ഈ മതങ്ങൾക്കൊന്നും ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമില്ല, നിങ്ങൾ മാനവികതയിൽ വിശ്വസിക്കൂ, മതം വലിച്ചെറിഞ്ഞിട്ട് നിങ്ങൾ മാനവികതയിൽ വിശ്വസിക്കൂ എന്ന് പറയാൻ സാധിക്കുമോ? എന്നെപ്പോലുള്ള ഒരു യുക്തിവാദിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ഉമ്മാരുടെയൊക്കെ രാജ്യത്ത്? എന്നെ പിടിച്ച് ജയിലിനകത്തിടും, ഇല്ലേ? എന്നെപ്പോലുള്ള യുക്തിവാദികളെ പിടിച്ച് ജയിലിനകത്തിടും, അല്ലെങ്കിൽ ഞങ്ങളുടെ കഴുത്ത് കാണുകയില്ല, ഞങ്ങളുടെ കഴുത്ത് തട്ടിക്കളയും. പക്ഷെ അമേരിക്കയിൽ പോയി ഇന്ന് എനിക്ക് എങ്ങനെ പ്രസംഗിക്കാൻ പറ്റും? എനിക്ക് ഈ ഇറാനിൽ പോയി ഇന്ന് പ്രസംഗിക്കാൻ പറ്റും, ഇറ്റലിയിൽ പോയി ഇന്ന് പ്രസംഗിക്കാൻ പറ്റും, യൂറോപ്യൻ കൺട്രികളിലോ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലോ പോയി ഇന്ന് പ്രസംഗിക്കാൻ പറ്റും, നമ്മുടെ അയൽ രാജ്യമായ നേപ്പാളിലോ ഭൂട്ടാനിലോ ബർമയിലോ പോയി ഇന്ന് പ്രസംഗിക്കാൻ പറ്റും. എന്തിനേറെ പറയുന്നു, ഈ മുസ്ലിമീങ്ങൾ ഏറ്റവും രാപകല് തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇസ്രയേൽ പോയി നിന്നുകൊണ്ട് എനിക്ക് പ്രസംഗിക്കാൻ സാധിക്കും. പക്ഷേ ഇവന്മാരുടെ രാജ്യമായ സൗദി അറേബ്യയിലോ ഇറാനിലോ പാകിസ്ഥാനിലോ ബംഗ്ലാദേശിലോ പോയി നിന്ന് എല്ലാ മതവും മനുഷ്യ സൃഷ്ടിയാണ് എന്ന് ഞാൻ പറഞ്ഞാൽ എന്റെ അവസ്ഥ എന്തായിരിക്കും? അല്ലെങ്കിൽ ഈ ക്രിസ്ത്യാനികൾ ഈ രാജ്യങ്ങളിൽ എവിടെയെങ്കിലും പോയി എന്ന് വെച്ചാൽ യേശുവിനെ പ്രഘോഷിച്ചാൽ ആ ക്രിസ്ത്യാനിയുടെ അവസ്ഥ എന്തായിരിക്കും? ഒരു ഹൈന്ദവ സന്യാസി ഹൈന്ദവ മതം സൗദി അറേബ്യയിൽ ഇറാനിലോ പോയി നിന്ന് അവന്റെ ഭഗവത്ഗീത ഉയർത്തി നിന്നുകൊണ്ട് ആ മതത്തെ പറ്റി പ്രഘോഷിച്ചാൽ അവന്റെ അവസ്ഥ എന്തായിരിക്കും? ഒന്നിലും അവന്റെ തല പോവും, അല്ലെങ്കിൽ അവൻ ജയിലിനുള്ളിലാവും. ഇവന്മാരാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് വന്ന് നിന്നുകൊണ്ട് ജനാധിപത്യത്തെ പറ്റി ഉദ്ഘോഷിക്കുന്നത്, മതേതരത്വത്തെ പറ്റി ഉദ്ഘോഷിക്കുന്നത്. ആര്? യവന്മാരുടെ അറബ് രാജ്യങ്ങളിലോ അവരുടെ മുസ്ലിം രാജ്യങ്ങളിലോ മറ്റു മതസ്ഥന് യാതൊരു പരിഗണനയും കൊടുക്കാത്തവർ, ഒരു രണ്ടാം കിട പൗരന്റെ സ്ഥാനം പോലും കൊടുക്കാത്തവന്മാർ,
ഒരൊറ്റ ജൂതന് ഒരു ഏതെങ്കിലും ഇസ്രയേൽ സന്ദർശിച്ചെന്ന് അവന്റെ പാസ്പോർട്ടിൽ ഒരു ഇസ്രയേൽ പോയിന്റ് ഒരു വിസ അടിച്ചതായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇറാനിലോ സൗദി അറേബ്യയിലോ ഗൾഫ് രാജ്യങ്ങളിലോ പിന്നെ അവന് കാലുകുത്താൻ പറ്റില്ല. നിങ്ങൾക്കറിയാമോ? നിങ്ങൾ ഇസ്രയേൽ പോയതായിട്ട് നിങ്ങളുടെ പാസ്പോർട്ടിൽ വിസ സ്റ്റാമ്പ് ചെയ്ത ഒരു പേപ്പറുമായിട്ട് നിങ്ങൾ സൗദി അറേബ്യയിലേക്കോ ഇറാനിലേക്കോ പിന്നെ പാകിസ്ഥാനിലേക്കോ അല്ലെങ്കിൽ ഈ ഗൾഫ് ദുബൈയിലേക്കോ ബഹ്റൈനിലേക്കോ ഒക്കെ നിങ്ങൾ പോയി നോക്കിയേ. എമിഗ്രേഷൻ കൗണ്ടറിൽ എമിഗ്രേഷൻ ഓഫീസർ നിങ്ങളുടെ പാസ്പോർട്ട് എടുത്തേച്ച് നിങ്ങൾ ഇസ്രയേൽ സന്ദർശിച്ച ആളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നിങ്ങൾക്ക് വിസ ക്യാൻസലാക്കി നിങ്ങളെ തിരിച്ചു പറഞ്ഞുവിടും. നിങ്ങൾക്ക് ആ രാജ്യത്ത് കാലുകുത്താൻ അനുവാദമില്ല. കാരണം എന്താണ്? അതിന്റെ കാരണം എന്താണ്? ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു യഹൂദ രാജ്യമായി പോയി. ഇവരുടെ പ്രവാചകനാണ് പറഞ്ഞ ഈ അറേബ്യൻ ഉപദ്വീപിൽ നിന്നും യഹൂദനെയും ക്രിസ്ത്യാനിയും ഞാൻ നാട് കടത്തും, മുസ്ലിമിനെ അല്ലാതെ ഞാൻ ഇവിടെ ജീവിപ്പിക്കാൻ അനുവദിക്കില്ല. അവിടെ ഖുർആനിലാണ് എഴുതി വെച്ചത് യഹൂദനെയും ക്രിസ്ത്യാനിയും മിത്രമാക്കരുത്. മനസ്സിലായോ? അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു ഇസ്രയേലിൽ പോയ ഒരു പൗരന് ഈ ഇസ്ലാമിക രാജ്യങ്ങളിൽ ഈ അറബ് രാജ്യങ്ങളിൽ കാലുകുത്താൻ പോലും അവകാശമില്ലാതായി മാറിയത്. പക്ഷേ ഇസ്രയേലിൽ അങ്ങനെയാണോ? ഇസ്രയേലിൽ സൗദിയിലോ ഇറാനിലോ നിങ്ങൾ എവിടെ വേണമെങ്കിലും പൊക്കോ, ഏത് മുസ്ലിം രാജ്യത്ത് പൊക്കോ, ഇസ്രയേലിൽ നിങ്ങൾക്ക് പോകാൻ സാധിക്കും, ഒരു പ്രശ്നവുമില്ല. നമ്മുടെ ഇന്ത്യയിൽ വരാൻ സാധിക്കും, അമേരിക്കയിൽ വരാൻ സാധിക്കും, എവിടെ വേണമെങ്കിലും പോവാം. പക്ഷേ യുവന്മാരുടെ അറബ് രാജ്യങ്ങളിൽ ഈ ജനാധിപത്യവും മതേതരത്വം ഇവിടെ നിന്ന് ഘോരഘോരം പ്രസംഗിക്കുന്ന ഈ മുസ്ലിം മത നേതാക്കന്മാരുടെ രാജ്യങ്ങളിലേക്ക് നിങ്ങളൊന്ന് പോ, ഇസ്രായേലിലൊന്ന് സന്ദർശിച്ചു പോ. നിങ്ങൾക്ക് പിന്നെ ആ രാജ്യത്ത് കാലുകുത്താൻ പറ്റില്ല. നിങ്ങളെ അടുത്ത ഫ്ലൈറ്റിൽ നിങ്ങളുടെ രാജ്യത്തേക്ക് കയറ്റിവിടും. അത്രയധികം മതവിരോധികളാണിവർ, അത്രയധികം മതവിദ്വേഷം കൊണ്ട് കിടക്കുന്നവരാണിവർ, അത്രയധികം യഹൂദനെയും ക്രിസ്ത്യാനിയും ഹിന്ദുവിനെയും മറ്റു ന്യൂനപക്ഷങ്ങളോട് മറ്റു മതസ്ഥരോട് അത്രയധികം വെറുപ്പ് മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ് ഈ ജിഹാദികൾ. കാരണം എന്താണ്? അവിടെ ഖുർആനിൽ അങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അവിടെ പ്രവാചകൻ അങ്ങനെയാണ് അവർക്ക് കാണിച്ചു കൊടുത്തിട്ട് പോയത്. മാതൃക കാണിച്ചു കൊടുത്തിട്ട് മുഹമ്മദ് എന്ന് പറയുന്ന അവരുടെ പ്രവാചകൻ കാണിച്ചു കൊടുത്തിട്ട് പോയതും അങ്ങനെയാണ്. അതുകൊണ്ടാണ് അവർ അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റു മതസ്ഥർക്കെതിരെ അവരാണ് ഇവിടെ വന്ന് ജനാധിപത്യം വിളമ്പുന്നത്. അവരാണ് ഈ ചാനലുകളൊക്കെ വന്നിരുന്ന് മതേതരത്വം പറയുന്നത്. നാണമില്ലേ നിങ്ങൾക്ക് ജിഹാദികളെ മതേതരത്വം പറയാൻ? നാണമില്ലേ ജിഹാദികളെ നിങ്ങൾക്ക് ജനാധിപത്യത്തെ പറ്റി സംസാരിക്കാൻ? ഈ ജിഹാദികളോട്, ഈ ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുന്ന ഈ ഇസ്ലാമിസ്റ്റുകളോട്, ഈ മുസ്ലിമീങ്ങളോട്, ഈ ജിഹാദികളോട് എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങൾ ഇവിടെ മതേതരത്വമോ ജനാധിപത്യത്തെ പറ്റി നിങ്ങൾക്ക് സംസാരിക്കാൻ കടുകുമണിയുടെ അവകാശമില്ല. അങ്ങനെ നിങ്ങൾക്ക് സംസാരിക്കണമെങ്കിൽ നിങ്ങളുടെ അറബ് രാജ്യങ്ങളിൽ, നിങ്ങളുടെ മുസ്ലിം രാജ്യങ്ങളിൽ നിങ്ങൾ ജനാധിപത്യം കാണിച്ചു തരണം. നിങ്ങളുടെ മുസ്ലിം രാജ്യങ്ങളിൽ, നിങ്ങളുടെ അറബ് രാജ്യങ്ങളിൽ നിങ്ങൾ മതേതരത്വം കാണിച്ചു തരണം. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒന്ന് പ്രസംഗിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്കൂടെ മതേതരത്വത്തെ പറ്റിയോ ജനാധിപത്യത്തെ പറ്റിയോ സംവാദമല്ല, ഇനി 100 കണക്കിന്